അധികം ഓർണമെന്റ്സ് ഒന്നും ഇല്ലാത്ത എനിക്ക് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഹോൾഡർ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ഞാൻ കണ്ടപ്പോൾ അതൊന്നും ഉണ്ടാക്കി വെച്ചിട്ട് പിൻട്രസ്റ്റിൽ ഞാൻ ഇയറിംഗ് ഹോൾഡറാണ് കണ്ടത്. പക്ഷെ ഞാൻ സെറ്റാക്കി വന്നപ്പോൾ അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു ക്ലിപ്പ് ഹോൾഡറും കൂടെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ചെയ്തു വന്നപ്പോൾ 2 വുഡൻ സ്റ്റിക്ക് മാത്രമേ കളർ ചെയ്തത് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അപ്പുറത്തെ സൈഡിലും കൂടെ ഒട്ടിച്ചിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ടായിരുന്നു. അത് പിന്നെ എന്തായാലും ഇയറിംഗിന് ഉപയോഗിക്കണമെങ്കിൽ ചെയ്യാം, അതുപോലെ തന്നെ ക്ലിപ്പിന് ഇത്തിരി ബെറ്റർ ആയിരിക്കും. സോ അത് ക്ലിപ്പ് ഹോൾഡർ ആക്കി. ഞാൻ പ്രത്യേകിച്ചൊന്നുമില്ല, ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കുക, ഞാൻ കാണിച്ച പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം വുഡൻ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് തന്നെ ഒന്ന് മുറിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണമായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ സ്പേസ് ഐസ്ക്രീം സ്റ്റിക്കിന് വേണ്ടി തന്നെ പോകും. പിന്നെ ഐസ്ക്രീം സ്റ്റിക്ക് മുറിക്കാന്ന് പറയുന്നത് ഇത്തിരി പണിയുള്ളതാണ്, നീളനെ മുറിക്കാന്നുള്ളത്. അത് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ഈർക്കിലി ആയാലും മതി. അതായിരിക്കും ഞാൻ വുഡൻ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതലും യൂസ് ചെയ്യാറ് ഈർക്കിലിയാണ്. അപ്പം അങ്ങനെ ആയാലും യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾഡർ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഗിവ് അവേന്റെ അനൗൺസ്മെന്റ് ആണ്. വേറെ ഒന്നുമല്ല, അന്നത്തെ വീഡിയോ ഇല്ലേ, അതിനകത്ത് കമന്റ് സെക്ഷനിൽ ഒരാൾക്ക് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് എൻ്റെ മെയിൽ ID ഒക്കെ വെച്ചിട്ട്. ആ ആൾക്കാർക്കുള്ളൂ നമ്മൾ ഗിവ് അവേ കൊടുക്കുക. അപ്പോൾ ആരാണെന്ന് ഇപ്പൊ തന്നെ പോയി ചെക്ക് ചെയ്തോ. ഇൻസ്റ്റയിലുള്ളവർക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിലായിരിക്കും എന്തായാലും കമന്റിന് റിപ്ലൈ വരാം. അപ്പൊ അതും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരുന്നേരെ. കിട്ടാത്തൊരു വിഷമിക്കേണ്ട, അടുത്ത ഗിവ് അവേ എന്തായാലും 5K സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.